എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ഇന്ന് രാത്രി കറങ്ങാൻ ഇറങ്ങുന്ന ഒരു പൂരം കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നീലംപേരൂർ പൂരപ്പടയണി എന്ന് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ കുട്ടനാടിന്റെ അങ്ങേ അറ്റത്തുള്ളൊരു സ്ഥലമാണ് നീലംപേരൂർ. അപ്പം നമ്മളിതേ അറിഞ്ഞ ഉടനെ ഇന്ന് കൂടാൻ വേണ്ടിയിട്ട് അങ്ങ് പോവുകയാണേ. ഇത് ഈ കാണുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു കോളേജാണ്, എഞ്ചിനീയറിംഗ് കോളേജ് കുട്ടനാട് ഉണ്ടെന്ന് ഞാൻ ചേട്ടൻ പറയുമ്പോഴാണ് അറിയുന്നത്. ഇത് ഇപ്പം കണ്ടത് കണ്ണാടി ഭഗവതി ക്ഷേത്രം എന്ന് പറയും. പിന്നെ നമ്മൾ ജങ്കാറ് കയറിയിട്ടാണ് കേട്ടോ അപ്പുറത്തോട്ട് കടന്നത്. ജങ്കാറ് കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ ഒന്ന് തിരിഞ്ഞ് അപ്പുറത്തോട്ട് ഇറക്കുക, അത്രയേ ഉള്ളേ. അപ്പോൾ കുട്ടനാട്ടിൽ മെയിനായിട്ട് ഞാൻ കണ്ട സ്ഥലമൊക്കെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴക്കാരിയാണെങ്കിലും കുട്ടനാട് പോലും ഞാൻ നന്നായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു സഹായത്തോടു കൂടിയൊക്കെയാണ് കേട്ടോ അത് ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഇതാണ് പള്ളി ഭഗവതി ക്ഷേത്രം. ഇവിടെയാണ് ഞാൻ പറഞ്ഞ പൂരം നടക്കുന്നത്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും ഈ കാണുന്ന അരയന്നങ്ങൾ എഴുന്നള്ളിക്കുന്നതാണ് പ്രധാന വിശേഷം എന്ന് പറയുന്നത്. ഇതൊരു നാടിൻ്റെ തന്നെ സമർപ്പണമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഫസ്റ്റ് ചെന്ന് ഭഗവതിയെ തൊഴുതു. തിടമ്പ് എടുത്ത് വാതിക്കൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തൊഴുത് കാണിക്കയൊക്കെ ഇട്ടിട്ട് അകത്ത് കയറിയില്ല, പുറത്ത് നിന്ന് തന്നെ അവിടുത്തെ പ്രതിഷ്ഠേനെയും തൊഴുതു. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അമ്പലം ഫുള്ള് ഒരു പഴമ സ്റ്റൈലാണ് കേട്ടോ. മണ്ണല്ല, അവിടെ മൊത്തം ഒരു പുല്ല് പിടിപ്പിച്ചിട്ട് വെട്ടി ഇങ്ങനെ നിർത്തിയേക്കുവാണ്. അപ്പോൾ അതിനും വഴി നടക്കാൻ തന്നെ നല്ലൊരു സുഖമാണ്. ഞങ്ങൾ കുറച്ച് നേരം അമ്പലത്തിന് ചുറ്റും വെറുതെ നടന്നു കേട്ടോ. പ്രദക്ഷിണം 3 അല്ല അതിക്കുള്ളിൽ എന്തോ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെന്താ ഓരോ നടയിലും മാറി മാറി തൊഴുമ്പോൾ തന്നെ പഴയ അമ്പലം, ഈ തറവാട്ടിലേക്ക് അമ്പലത്തിൻ്റെ ഒരു ഫീല് കിട്ടിയായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നേരെ ശിവൻ്റെ നടയിലോട്ട് പോയപ്പോഴത്തേക്കും നമ്മുടെ നന്ദിയില്ലേ, പുള്ളിക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. കുട്ടികൾ ചെവിയിൽ പറയണുണ്ടപ്പോൾ എനിക്കും പറയാൻ തോന്നി. ഞാൻ എൻ്റെ ഒരു ആഗ്രഹമൊക്കെ പറഞ്ഞേ. അതിനുശേഷം നമ്മൾ അവിടെ ഒരു മരത്തിൽ മൊത്തവും പച്ച ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ച ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എന്ന് വെച്ചാൽ മൊത്തത്തിൽ പച്ചപ്പ്, താഴത്തും പച്ച മേളിലും ഒക്കെ പച്ച. TV ചാനലുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലായത് ഇത്രയും നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. ഈ കാണുന്നത് ചേട്ടായുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ. ഇവരുടെ വീട് നേരെ ഓപ്പോസിറ്റാണ് അമ്പലത്തിൻ്റെ. പിന്നെ നമ്മൾ അവിടുത്തെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അമ്പലത്തിലോട്ട് പിന്നെ ഇറങ്ങി. ഇത്രയും രാത്രി ആയതുകൊണ്ട് കുഞ്ചുനെ നമ്മൾ കൊണ്ടുവന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ചുന് വേണ്ടിയിട്ട് ഇതേ ഒരു ജിറാഫിനെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതേ റാബിറ്റ് വിത്ത് മുയലാണ് കേട്ടോ ഇത്. പിന്നെ ഇതിനെ കണ്ടപ്പോൾ സ്കൂബിയുടെ ഓർമ്മ വന്നേ. അത് കഴിഞ്ഞപ്പോൾ അവിടെ 100 രൂപയ്ക്ക് പലാസ പാൻറ്റ് കിട്ടുന്ന ഒരു ചേട്ടനെ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് 2 വാങ്ങിച്ചേ. പിന്നെ ഐസ്ക്രീം കടകണ്ട ഞാൻ വിടത്തില്ല. അവിടുന്ന് പിന്നെ ഒരു ഐസ്ക്രീം വാങ്ങിച്ചു. ഒരു മെക്സിക്കൻ ചോക്ലേറ്റ് എന്ന് പറയുന്നൊരു ഫ്ലേവറാണ് കേട്ടോ വാങ്ങിച്ചത്. നമ്മുടെ സാധാ ചോക്ലേറ്റിൻ്റെ ഒക്കെ ടേസ്റ്റ് തന്നെ, അതിൻ്റെ പേരും വില കൂടുതലും ഒക്കെ അതൊക്കെ തന്നെ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്പലത്തിൽ എല്ലാവരും സെറ്റ് ചെയ്യണ്ടായി. കാരണം നമ്മൾ വന്നപ്പോഴത്തേക്കും ഓർത്തത് ഇതെല്ലാം കഴിഞ്ഞു എന്നാണ്. പക്ഷേ ഒത്തിരി ലേറ്റ് ആകും, കാരണം 12 മണി കഴിയും ഇതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും. ഇതൊക്കെ കോലങ്ങളാണ് കേട്ടോ. ഇപ്രാവശ്യം പുതിയതാണ് എല്ലാ രീതികളും എന്ന് പറയുന്നത് കേട്ടോ അവിടെ. അതുപോലെ അന്നങ്ങൾ 10 വർഷത്തിന് ശേഷമാണ് 2 വലിയ അന്നങ്ങളെ അവർ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഓരോ മരം വെച്ചാണ് ഈ അന്നങ്ങളെയൊക്കെ അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റി ഒരുമയോടെ നിന്നാണ് ഇവർ ഈ പൂരം തന്നെ ഈ നാട്ടുകാർ നടത്തുന്നത്. അത് കഴിഞ്ഞ് പൂരം അടിച്ചു പൊളിച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ പോയേ.